പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ആർച്ച് ബിഷപ്പായിരുന്ന ഡോക്ടർ മാർ അപ്രേം മെത്രാപ്പോലീത്തായുടെ വേർപാട് സഭയ്ക്ക് കനത്ത നഷ്ടമായി മാറിയിരിക്കുകയാണ്. 6.5 പതിറ്റാണ്ടുകൾ നീണ്ട പൗരോഹിത്യ ജീവിതത്തിലെ 5.5 പതിറ്റാണ്ടിലധികവും പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ഇന്ത്യയിലെയും UAE-യിലെയും സഭകളുടെ തലവനായിരുന്നുകൊണ്ട് അപ്രേം തിരുമേനി നടത്തിയ സ്തുത്യർഹമായ സേവനങ്ങൾ അനിതര സാധാരണമായവയായിരുന്നു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സഭയ്ക്ക് ധൈര്യം തന്ന് നിലനിർത്തിയ കരുത്തനായ സഭാതലവൻ, പക്വമതിയായ ആത്മീയ ആചാര്യൻ, സാംസ്കാരിക നേതാവ്, സഭാചരിത്ര ഗവേഷകൻ, ഗ്രന്ഥകർത്താവ്, സുറിയാനി ഭാഷാപ്രേമി എന്നിങ്ങനെ ബഹുമുഖ തലങ്ങളിൽ വെട്ടിത്തിളങ്ങിയ വ്യക്തിത്വത്തിനുടമ കൂടിയായിരുന്നു അദ്ദേഹം. തൃശൂർ കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മംദാനപ്പള്ളി ഇടവകയിലെ പ്രമുഖ കുടുംബമായിരുന്ന മൂക്കൻ തറവാട്ടിൽ ദേവസിയുടെയും പറപ്പുള്ളി കൊച്ചുമറിയത്തിന്റെയും 10 മക്കളിൽ 4-മനായി 1940 ജൂൺ 13-നായിരുന്നു അപ്രേം തിരുമേനിയുടെ ജനനം. ജോർജ് ഡേവിഡ് മൂക്കൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്കൂൾ നാമം. CMS സ്കൂളിലും കാൽഡിയൻ സിറിയൻ സ്കൂളിലും തൃശൂർ സെന്റ് തോമസ് കോളേജിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹത്തിന്റെ ജീവിത ദർശനത്തെ ആധ്യാത്മീയതയുടെ വഴിത്താരകളിലേക്ക് പകർത്തുവാൻ പോന്ന അന്തരീക്ഷം തന്നെയായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഇടവകയിലെ ആരാധനയും പ്രാർത്ഥനയും വേദപഠനവും അടക്കം എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്ന അദ്ദേഹം തന്റെ ഉള്ളിൽ ദൈവം പ്രകാശിപ്പിച്ച ആത്മീയ ദർശനങ്ങളോട് താതാമ്യപ്പെട്ടുകൊണ്ട് പൗരോഹിത്യ വൃത്തിയെ ജീവിതചര്യയായി ഏറ്റെടുത്തുകൊണ്ട് ദൈവവചന പഠനത്തിനായി ഇറങ്ങി പുറപ്പെട്ടു. ബംഗളൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ്, ന്യൂയോർക്ക് യൂണിയൻ തിയോളജിക്കൽ സെമിനാരി, പ്രിൻസ്റ്റൺ തിയോളജിക്കൽ സെമിനാരി എന്നിവിടങ്ങളിൽ നിന്ന് ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി. പൗരോഹിത്യ വൃത്തിക്കായി പൂർണ്ണസമയം വേർതിരിച്ചിറങ്ങിയ അദ്ദേഹം 1961 ജൂൺ 25-ന് ഷമ്മാശ പട്ടവും കേവലം 26 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ കശീശ പട്ടവും സ്വീകരിച്ച അദ്ദേഹം 1968 സെപ്റ്റംബർ 21-ന് എപ്പിസ്കോപ്പയായും അഭിഷിക്തനായി. എന്നാൽ അതിനുശേഷം കേവലം 8 ദിവസങ്ങൾ മാത്രം കഴിഞ്ഞപ്പോൾ തന്നെ തേടിയെത്തിയത് ഇന്ത്യയിലെ കൽദായ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായിരിക്കുവാനുള്ള നിയോഗമായിരുന്നു. അതിൻ പ്രകാരം 1968 സെപ്റ്റംബർ 29-ന് ഇറാഖിലെ ബാഗ്ദാദ് മാർ സയ്യ കത്തീഡ്രലിൽ വെച്ച് മാർ അപ്രേം എന്ന നാമം സ്വീകരിച്ചുകൊണ്ട് കിഴക്കിന്റെ മെത്രാപ്പോലീത്തയായി അഭിഷിക്തനാകുകയായിരുന്നു. 1 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ തിരിച്ചെത്തിയ മാർ അപ്രേം മെത്രാപ്പോലീത്ത ഇന്ത്യൻ സഭകളുടെ ഭരണച്ചുമതല ഏറ്റെടുത്ത് ശക്തമായ ശുശ്രൂഷകളുമായി മുമ്പോട്ട് പോകുകയും ചെയ്തു. ബഹുഭാഷാ പണ്ഡിതൻ കൂടിയായിരുന്ന അപ്രേം തിരുമേനി ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിലായി രചിച്ചത് ഏകദേശം 77 പുസ്തകങ്ങളായിരുന്നു. ജീവചരിത്രം, ആത്മകഥ, യാത്രാവിവരണം, നർമ്മഭാവന, സഭാചരിത്രം തുടങ്ങിയ വിഷയങ്ങളെ അവലംബമാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രചനകളേറെയും. ഈ പുസ്തകങ്ങളൊക്കെയും ഇതര ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ദേശീയ, അന്തർദേശീയ കോൺഫറൻസുകളിലും തന്റെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സംഗീതത്തോട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന താൻ നിരവധി ക്രിസ്തീയ ഗാനങ്ങൾ രചിക്കുകയും ഒപ്പം നല്ലൊരു സിത്താർ വാദകൻ കൂടിയായിരുന്നു. തികഞ്ഞ സുറിയാനി ഭാഷാപ്രേമിയായിരുന്ന അദ്ദേഹത്തിന്റെ പക്കൽ സുറിയാനി ഭാഷാ ഗ്രന്ഥങ്ങളുടെ വിപുലമായ ശേഖരം തന്നെ ഉണ്ടായിരുന്നു. പുതിയ ദേവാലയങ്ങളും പുതിയ സാമൂഹിക സ്ഥാപനങ്ങളും സ്ഥാപിക്കുന്നതിന് എക്കാലത്ത് മുൻകൈയെടുത്തിരുന്ന മാർ അപ്രേം തിരുമേനി മദ്രാസിലെ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളും തൃശൂരിലെ കാൽഡിയൻ കോളേജും സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിച്ചത്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിന് അംഗീകാരമായി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് ഇന്റർനാഷണൽ ബയോഗ്രാഫിക്കൽ സെന്റർ നൽകിയ മാൻ ഓഫ് അച്ചീവ്മെന്റ് അവാർഡായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സഭ എതിർപ്പുകളുടെ ചുഴിയിലകപ്പെട്ട ഒരു കാലഘട്ടത്തിൽ സഭയുടെ അമരത്തിരുന്നുകൊണ്ട് വിശ്വാസികളെ ധൈര്യപ്പെടുത്തി ഏകോപിപ്പിച്ച് നിർത്തിയത് അപ്രേം തിരുമേനിയുടെ നേതൃത്വത്തിന്റെ സ്ട്രാറ്റജിക്കൽ പവറായിരുന്നു. 2015 മാർ ദിൻഹാദ് 4-മൻ പാത്രിയാർക്കീസ് കാലം ചെയ്തതിനെ തുടർന്ന് പുതിയ പാത്രിയാർക്കീസ് തിരഞ്ഞെടുപ്പ് വരെ നീണ്ട 6 മാസത്തോളം ആഗോള തലവനായി പദവിയിലിരിക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ഖ്യാതി ലോകോത്തരമായിരുന്നു. മാർ അപ്രേം തിരുമേനിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രാർത്ഥനാ പുഷ്പങ്ങൾ.